ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബി ഏബിൾ ടു ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുഡിൻ ഹെൽപ്പ്, പിന്നെന്താണ് എബൌട്ട് ടു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബി ഏബിൾ ടു ആണ്. ഈ ബി ഏബിൾ ടു നമ്മൾ പല സ്ഥലത്തും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ഈ ബി ഏബിൾ ടു ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്തും ഉപയോഗിക്കാൻ കഴിയും. ഈ ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിവ് എന്നല്ലേ. അപ്പൊ ഈ കഴിവ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് നമുക്കുണ്ടല്ലോ. എന്താ ഉള്ളത്? ക്യാൻ ഉണ്ട് അല്ലേ? ക്യാൻ ഉണ്ട്, കഴിവ് എന്നർത്ഥം. അപ്പൊ ഈ ക്യാനും ഈ ബി ഏബിൾ ടുവും നമുക്ക് എന്താക്കാം? ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതുക. കാരണം ക്യാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എനിക്ക് കഴിയും എന്നാണ്. അപ്പൊ ഏബിളിന്റെ അർത്ഥം എന്താണ്? കഴിയും എന്നാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഇതിനെ ഇപ്പൊ നമുക്ക് ഈ ക്യാൻ നോക്കാം. എനിക്ക് അവിടെ പോകാൻ കഴിയും എന്നെങ്ങനെ പറയും? എനിക്ക് അവിടെ പോകാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റും എന്നെങ്ങനെ പറയും? എനിക്ക് ആയി വേണം അല്ലെ. പോകാൻ കഴിയുമെന്ന് പറയാൻ ക്യാൻ വേണം. ക്യാൻ ഓക്സിലറി ആണ്, വേർബ് ഫസ്റ്റ് വേണം. ഐ ക്യാൻ, അവിടെ ഐ ക്യാൻ ഗോ there. ഇപ്പൊ കുറെ പേര് എഴുതും, ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഐ ക്യാൻ ഗോ ടു there. ഇത് വേണ്ട. ദയർ എന്നും ഹിയർ എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ടു വേണ്ട. അപ്പൊ ഐ ക്യാൻ ഗോ ദയർ, ഐ ക്യാൻ ഗോ ദയർ, എനിക്ക് അവിടെ പോകാൻ കഴിയും എന്നാണ് അല്ലെ. ഇനി അവൾക്കത് ചെയ്യാൻ കഴിയും, അങ്ങനെയാണെങ്കിലോ അവൾ എന്ന് പറയാൻ എന്ത് വേണം? ഷീ വേണം. കഴിയും, ഷീ ക്യാൻ ചെയ്യുക, ഡു ഇറ്റ്, ഷീ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ നമുക്ക് എന്താണ് അറിയുന്നത്? ക്യാൻ ചേർത്ത് സെന്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്കറിയാം അല്ലെ. അവൾക്കത് ചെയ്യാൻ കഴിയും, പോകാൻ കഴിയും, പറയാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ചിട്ട് V1 ആണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇതേപോലെ ബി ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാൻ കഴിയാൻ പറ്റണം. അതിനു വേണ്ടി ബി ഏബിൾ ടു ആണ്. അപ്പോ ഈ ബിയുടെ ഫോംസ് ഏതൊക്കെയാണ് പ്രസന്റ് ടെൻസില്? ഞാൻ കൃത്യമായും ബിയുടെ ഫോംസ് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ ഇവിടെ തരാം. നിങ്ങൾ അത് കേട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ബിയുടെ ഫോംസ് കൃത്യമായി പഠിച്ചെങ്കിലേ നമുക്കിത് അറിയത്തുള്ളൂ. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഠിക്കണം. അപ്പൊ പ്രസന്റ് ടെൻസില് ബിയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ അല്ലെ. അപ്പൊ ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ പ്രസന്റ് ടെൻസിൽ. നമുക്കിവിടെ ഇതേപോലെ ഈ ക്യാനിന് പകരം ബി ഏബിൾ ടു എന്ന് കൊടുക്കാൻ നമുക്ക് കഴിയും. ആയി കൊടുത്തു. പക്ഷേ ബി എന്ന് പറഞ്ഞിവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ബിക്ക് ഒരു ഫോം ഉണ്ട് പ്രസന്റ് ടെൻസിൽ. ഐക്ക് ചേരുന്ന പ്രസന്റ് ടെൻസിലെ ഫോം എന്താണ്? ഐ ആം ആണ്. അപ്പൊ ഐ ആം, പിന്നെയൊന്നുമില്ല, ഏബിൾ ടു ഗോ there. എങ്ങനെയായി? ആം ഏബിൾ ടു, ഐ ആം ഏബിൾ ടു ഗോ there. എനിക്ക് അവിടെ പോകാൻ കഴിയും. ഒന്നും മാറിയിട്ടില്ല. ഇത് മാറിയത് മാത്രമേ ഉള്ളൂ. അർത്ഥം മാറിയോ? ഐ ആം ഏബിൾ ടു ഗോ there ആൻഡ് ഐ ക്യാൻ ഗോ there. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ടു കഴിഞ്ഞാൽ നമുക്ക് വേർബ് ഫസ്റ്റ് ഫോം. ഇവിടെ എങ്ങനെയാണ് ഈ ആം വന്നത്? ബിയുടെ പ്രസന്റ് ടെൻസിലെ ഫോമാണ് ഈസ്, ആം, ആർ. അപ്പൊ ഐ ആം ഏബിൾ ടു ഗോ there. അപ്പോ ഷി ക്യാൻ ഡു ഇറ്റ്. ഇത് നമുക്ക് എങ്ങനെ ബി ഏബിൾ ടു ആയിട്ട് പറയാൻ പറ്റും? ഷീ, ബി എന്താവും? ഷീല് ഈസ്, ഷീ ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. പിന്നെ ക്യാൻ ചേർക്കരുത് കേട്ടോ. ഷീ ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. അവൾക്കത് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ക്യാനിന് പകരം ഏബിൾ ടു ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാനിവിടെ പറയാണ് ദേ ആണ്. ദേ ക്യാൻ ഡു ഇറ്റ് എന്നാണെങ്കിൽ നമുക്ക് ഏബിൾ ടു എങ്ങനെ പറയാം? ദേ ആർ ഏബിൾ ടു ഡു ഇറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കിതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിലും ഒന്നുമില്ല. എന്ത് ചെയ്യണം? ഐ ക്യാൻ ഗോ there. നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് ഓക്സിലറി കണ്ടുപിടിച്ച് ഒരു നോട്ട് കൊടുത്താൽ അത് നെഗറ്റീവായി മാറും. ഓക്സിലറി ക്ലാസ്സുകൾ കേട്ടവർക്ക് അറിയാം അല്ലെ. ഐ cannot go there എന്നായി മാറും. എനിക്ക് അവിടെ പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇവിടെയും എന്തായി മാറും? ഐ ആം നോട്ട് ഏബിൾ ടു ഗോ there എന്നായി മാറും. എനിക്ക് പോകാൻ കഴിയില്ല. ഷീ cannot do it എന്നാകും.
അപ്പൊ ഇവിടെയും എന്തായി മാറും? ഷീ ഈസ് നോട്ട് ഏബിൾ ടു. ഇവിടെ നോട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ക്യാൻ പോലെ തന്നെ നമുക്ക് ബി ഏബിൾ ടു ഉപയോഗിക്കാം, ക്യാനിന്റെ അതേ അർത്ഥത്തില്. പക്ഷെ ബി എന്തായി മാറും? അതിന്റെ ഫോമിലോട്ട് മാറും. ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ്, ഇനി നാം വേണ്ട, അവർക്ക് നാളെ വരാൻ പറ്റും. എങ്ങനെ പറയും? അവർക്ക് വരാൻ കഴിയും. ദേ ക്യാൻ കം ടുമോറോ. അവർക്ക് നാളെ വരാൻ കഴിയും. അപ്പൊ നമുക്കിത് ദേ ക്യാൻ കം ടുമോറോയാണ്, നാളത്തെ കാര്യമാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് വീണ്ടും ബി ഏബിൾ ടു ചേർത്ത് പറയാം. അപ്പോൾ എന്താണ്? ഫ്യൂച്ചർ ആണ്, നാളെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു സാധനം, ഫ്യൂച്ചറിൽ എന്ത് സംസാരിക്കണമെങ്കിലും ഒരാൾ നിർബന്ധമായി വേണം. ആര് വേണം? വിൽ വേണം. ദേ വിൽ ബി ഏബിൾ ടു. ഇങ്ങനെ വരും. ദേ വിൽ ബി ഏബിൾ ടു കം ടുമോറോ. ദേ വിൽ ഫ്യൂച്ചർ ആണല്ലോ, വില്ല് കൊടുത്തു. പിന്നെ ഒന്നുമില്ല, ബി ഏബിൾ ടു കം ടുമോറോ. അപ്പൊ എന്തായി? അത് ഫ്യൂച്ചർ ആയിട്ട് മാറി. അപ്പൊ എന്താണ്? ക്യാൻ ഉപയോഗിച്ച് പ്രസന്റ് ടെൻസ് നമുക്ക് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏബിൾ ടുവിന്, ക്യാനിന് പകരം ബി ഏബിൾ ടു കൊടുക്കണമെങ്കിൽ പ്രസന്റ് ടെൻസിൽ ബിയുടെ ഫോംസ് ആയിട്ടുള്ള ഈസോ ആമോ ആറോ ആഡ് ചെയ്തിട്ട് ഏബിൾ ടു എന്ന് പറഞ്ഞാൽ ക്യാൻ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് പറയാം. ഇനി ക്യാൻ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിലും സംസാരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി ഏബിൾ ടുവും ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിൽ സംസാരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ എന്തായി മാറണം? അവിടെ ഒരു വിൽ ആഡ് ചെയ്യണം. ദേ വിൽ ബി ഏബിൾ ടു ഗോ ദെയർ ടുമോറോ. ഷീ വിൽ ബി ഏബിൾ ടു കം ടുമോറോ. നാളത്തെ കാര്യം. ഐ വിൽ ബി ഏബിൾ ടു ബൈ ടുമോറോ. എനിക്ക് നാളെ അത് വാങ്ങിക്കാൻ കഴിയും. ഐ വിൽ ബി ഏബിൾ ടു ബൈ ടുമോറോ. നാളെ അതെനിക്ക് വാങ്ങിക്കാൻ കഴിയും. എനിക്ക് നാളെ അവിടെ പോകാൻ കഴിയും. വിൽ ബി ഏബിൾ ടു. അല്ലെങ്കിൽ ഈ വിൽ ബി ഏബിൾ ടു പറയണ്ട, നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ക്യാൻ ചേർത്ത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ക്യാന് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്താണ്? ആം ഏബിൾ ടു, ഈസ് ഏബിൾ ടു, ആർ ഏബിൾ ടു. പിന്നെ ക്യാൻ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്? വിൽ ബി ഏബിൾ ടു. വിൽ ബി ഏബിൾ ടു. നെഗറ്റീവ് ആക്കണമെങ്കിലോ നോട്ട് കൊടുത്താൽ മതി അല്ലെ? ഇവർക്കൊക്കെ നോട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് എങ്ങനെ പാസ്റ്റിൽ ചെയ്യാം? അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയുക? അവൾക്ക് കഴിയുമായിരുന്നു സംസാരിക്കാൻ ഇംഗ്ലീഷ്. ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. എപ്പോ? അവള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അന്ന് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇനി അവന് ഓടാൻ കഴിയുമായിരുന്നു. ഹി കുഡ് കഴിയുമായിരുന്നു ഓടുക. റൺ. ഹി കുഡ് റൺ. അവർക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുമായിരുന്നു. ദേ കഴിയുമായിരുന്നു കുഡ്. ദേ കുഡ് റൈറ്റ് വെൽ. കുഡ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്, അതുകൊണ്ട് നമുക്ക് V1 മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലും സ്ഥിരമായി നമ്മൾ അതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ കുഡിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായി അന്നൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അപ്പോൾ ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അവള് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. പാസ്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ബി ഏബിൾ ടു ചേർത്താണ് പറയേണ്ടത്. ബിയുടെ പാസ്റ്റിലെ ഫോംസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ ലിങ്ക് കേട്ട് പഠിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെയാണ്? വാസ്, വെയർ ആണ് ബിയുടെ പാസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് എന്തായിക്ക് മാറ്റാം? ഷീ ആയതുകൊണ്ട് വാസ്. ഷീ വാസ്
ഏബിൾ ടു സ്പീക്ക്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. വാസ് ഏബിൾ ടു. അതൊക്കെ പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാസ് ഏബിൾ ടു ചേർത്തത് മാത്രമേ ഉള്ളൂ. ഇനി ഹി കുഡ് റൺ. അപ്പൊ ഇത് നമുക്കിനി വാസ് ഏബിൾ ടു വെച്ച് പറയണമെങ്കിലോ ഹി വാസ്, പിന്നെ കുഡ് ചേർക്കില്ല, ഏബിൾ ടു റൺ. ഒരേ അർത്ഥമാണ്, അർത്ഥമൊന്നും മാറിയിട്ടില്ല. ദേ കുഡ് റൈറ്റ് വെൽ. അവർക്ക് നന്നായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ ദേ ആയതുകൊണ്ട് എന്താണ്, ദേ വെയർ വേണം അല്ലെ, ദേ വെയർ റൈറ്റ് വെൽ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. പാസ്റ്റിൽ നമ്മൾ കുഡ് ഉപയോഗിച്ചപ്പോൾ ബിയുടെ പാസ്റ്റ് ഫോമായ വാസും വേറും കൊടുത്തു. അത്രയേ ഉള്ളൂ പ്രശ്നം നമുക്ക്. അപ്പൊ കുഡ് ഉപയോഗിക്കുന്നത് എവിടെയോ അവിടെ നമുക്ക് വാസും വേറും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒന്നുമില്ല, നെഗറ്റീവ് ആക്കണമെങ്കിൽ ഷീ കുഡ് നോട്ട് സ്പീക്ക് എന്നാണ് വരിക. അപ്പൊ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഷീ വാസ് നോട്ട് ഏബിൾ ടു, നെഗറ്റീവായി. ഷീ കുഡ് റൺ എന്നുള്ളത് ഷീ കുഡ് നോട്ട് റൺ എന്നാണ് വരിക, അല്ലെങ്കിൽ കുഡിൻ റൺ. അപ്പൊ ഹി വാസ് നോട്ട് ഏബിൾ ടു എന്ന് വരും. ദേ കുഡ് നോട്ട് എന്ന് വരും. ഇവിടെ എന്തെന്ന് വരും, ദേ വെയർ നോട്ട് എന്ന് വരും. കാരണം എന്താണ്, ഓക്സിലറി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടുത്തൊരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവുമായി. അപ്പൊ കഴിയുമായിരുന്നില്ല എന്നായി. കഴിയുമായിരുന്നു എന്ന് പറയാൻ കൂട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വാസ് ഏബിൾ ടു, വെയർ ഏബിൾ ടു ഒരേപോലെ ഉപയോഗിക്കുക. വാസ് വെയർ ഈക്വൽ ടു വാസ് ഏബിൾ ടു അല്ല, വെയർ ഏബിൾ ടു. ഇതിൻ്റെ കൂടെ സെയിം ആവുന്നത് എന്താണ്, കുഡാണ് സെയിം ആവുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കൂ, ഷീ നമ്മുടെ മൈക്കാണ്, ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചു. ഒരിക്കലും നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലാത്ത കാര്യമാണ് ആളാണ്. പക്ഷെ അത് അവളുടെ ശീലവുമല്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ശീലമൊന്നുമല്ല. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, അന്നത്തെ കാലത്ത് അവൾ നന്നായി സംസാരിക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ കൂടി ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പോ ഞാൻ പറയാണ്, അവൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ഷീ വാസ് ഏബിൾ ടു എന്ന് മാത്രമേ നമുക്ക് പറയത്തുള്ളൂ. ഷീ വാസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇത് ശീലമല്ലാതെ ഒരു സാഹചര്യത്തിൽ നമ്മളത് ചെയ്യേണ്ടി വന്നില്ലേ, ആ സാഹചര്യത്തിൽ. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു. അവളെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമൊന്നുമല്ല അല്ലെ, അവളെ സഹായിക്കുക എന്നുള്ളത്. പക്ഷെ ആ സാഹചര്യത്തിൽ എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം മാത്രം, ആ ഒരു നേരം മാത്രം ഞാൻ സഹായിച്ചൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഐ കുഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ വാസ് ഏബിൾ ടു, സഹായിച്ചു, വാസ് ഏബിൾ ടു ഹെൽപ്പ് ഹർ. എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമല്ല. സ്ഥിരം ചെയ്യുമ്പോഴാണ് നമ്മൾ കുഡ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഒരു വലിയ തെറ്റും നിങ്ങൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഐ കുഡ് ഹെൽപ്പ് ഹെർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ എന്താണ്, അതെന്നും എല്ലാ ദിവസവും രാവിലെ ഞാൻ സഹായിക്കുന്ന ഒരു വ്യക്തി ആകരുത്, അതല്ലല്ലോ. അല്ല, നമ്മൾ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ആ സാഹചര്യത്തിൽ മാത്രമാണ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഐ വാസ് ഏബിൾ ടു ഹെൽപ്പ് ഹെർ, എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു. അവിടെ നമ്മൾ വാസ് ഏബിൾ ടു വെച്ച് വേണം പറയാൻ വേണ്ടി. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ, അവൾക്ക് എന്നെ ഫോൺ വിളിക്കാൻ കഴിഞ്ഞു. അവൾ ഷീ വാസ് ഏബിൾ ടു എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഷീ കുഡ് ബി. കാരണം നമ്മൾ ഒരാളെ വിളിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ഒന്നും നമ്മൾ ചെയ്യണതല്ല അല്ലെ, അത് നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു കാര്യമായിരിക്കും. അപ്പൊ ഷീ വാസ് ഏബിൾ ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതലും വാസ് ഏബിൾ ടു, വെയർ ഏബിൾ ടു ഉപയോഗിക്കുന്നത്. ഒരു നേരത്തേക്ക് മാത്രം, നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമൊന്നുമല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ നമ്മൾ വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു, അത് സെന്റൻസ് സബ്ജക്റ്റ് നോക്കി വേർ ഏബിൾ ടുമാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബി ഏബിൾ ടുവിൻ്റെ ഉപയോഗമാണ്. ബി ഏബിൾ ടു നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, കുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, ബിയുടെ ഫോംസിനെ മാറ്റി മാറ്റി കൊടുക്കുക. പാസ്റ്റിലാണെങ്കിൽ വാസ് വേർ ഉപയോഗിക്കുക, പ്രസന്റിലാണ് എങ്കിൽ ഈസ് ആം ആർ ഉപയോഗിക്കുക, ഫ്യൂച്ചർ ആണ് എങ്കിൽ വിൽ ബി ഏബിൾ ടു ഉപയോഗിക്കുക. ഇനി നമ്മുടെ ശീലമൊന്നുമല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു അന്നാണ് എങ്കിൽ കുഡ് ഉപയോഗിക്കരുത്. നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം, വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു തന്നെ ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മുടെ സംസാരം നല്ല എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എബൌട്ട് ടു കിട്ടി, കാൺ സ്പീക്ക്, കാൺ ഹെൽപ്പ് ടു, കുഡിൻ ഹെൽപ്പ് ടു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ഇതുമായി ഇതൊക്കെ നമ്മുടെ സ്പീക്കിംഗ് ടൈം വളരെ എഫക്റ്റീവ് ആക്കി മാറ്റാൻ ഉപകാരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ നന്നായിട്ട് ലേൺ ചെയ്യുക, നന്നായി ട്രൈ ചെയ്യുക, നന്നായി എത്രമാത്രം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ അത്രയ്ക്കധികം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ജനുവരി 6 പുതിയ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്